പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നിഴൽ എന്ന ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സായാഹ്ന സവാരിക്കിറങ്ങിയ ഒരു അച്ഛനും മകനും വഴിമധ്യേ കിടക്കുന്ന ഒരു വലിയ കല്ല് കാണുന്നു. അച്ഛൻ പറഞ്ഞു, എല്ലാ ശക്തിയുമെടുത്ത് ഈ കല്ല് മാറ്റി ഗതാഗതം ശരിയാക്കൂ. നിർദ്ദേശം പാലിച്ച് മകൻ കല്ല് മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും വലിയതായിരുന്നതിനാൽ സാധിച്ചില്ല. അരികിൽ നിന്ന് അച്ഛൻ അത് നോക്കിക്കൊണ്ടിരുന്നു. അവസാനം മകൻ അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, കല്ല് ഏറെ വലുതായതിനാൽ മാറ്റാനാവുന്നില്ല. അച്ഛൻ വീണ്ടും പ്രേരിപ്പിച്ചു, എല്ലാ ശക്തിയുമെടുത്ത് വീണ്ടും ശ്രമിക്ക്. മകൻ വീണ്ടും പ്രയത്നം ചെയ്തു. പരാജിതനും നിരാശനുമായി തിരിച്ചു വന്ന് തൻ്റെ കഴിവുകേട് അറിയിച്ചു. അച്ഛൻ പറഞ്ഞു, നിൻ്റെ എല്ലാ ശക്തിയുമെടുത്ത് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിൻ്റെ ഒറ്റയ്ക്കുള്ള കായിക ശക്തി മുഴുവൻ എടുത്ത് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിനക്ക് എൻ്റേതടക്കം മറ്റാളുകളുടെയും ഒരു കൈ സഹായം അഭ്യർത്ഥിക്കാമായിരുന്നു. എൻ്റെയും മറ്റു സഹായികളുടെയും ഒരു കൈ സഹായം ഉണ്ടായിരുന്നെങ്കിൽ ഒത്തൊരുമിച്ചാൽ ആ ദൗത്യം എളുപ്പമാക്കാമായിരുന്നു. ജീവിതയാത്രയിലെ അന്വേഷണങ്ങളിലൂടെ പലതും നാം നേടിയെടുക്കുന്നു. ഞാനത് കിട്ടാൻ വിചാരിച്ചു, അത് കിട്ടുകയും ചെയ്തുവെന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. അതിനവർ ത്യാഗം സഹിച്ചു. ചിലർ മറ്റുള്ളവരിലെ കുറവുകൾ മാത്രം കാണാൻ ശ്രമിച്ചപ്പോൾ അവർക്ക് ലഭിച്ചത് ചേരുകൾ മാത്രമാണ്. ഉയർച്ച അവർക്ക് കിട്ടിയതേയില്ല. സ്വർണം അന്വേഷിക്കുന്നവന് ഒരുപാട് അഴുക്കുകളും ചവറുകളും നീക്കം ചെയ്യണം. എന്നാലേ അല്പം സ്വർണം ലഭിക്കുകയുള്ളൂ. ജലം ലഭിക്കാൻ കിണർ കുഴിക്കുന്നയാൾ എത്ര താഴ്ചയിൽ മണ്ണ് വെട്ടണം. കിട്ടുമെന്ന് പ്രതീക്ഷയിലായിരിക്കെ പിന്നെ കാണുന്നത് പാറയാണ്. പാറയും പൊട്ടിക്കുന്നു. അപ്പോൾ വരുന്ന നീരുറവ, അതാണ് നിങ്ങളുടെ വിജയം. അധ്വാനത്തിൻ്റെ ഫലം. ത്യാഗങ്ങൾ ചെയ്യാതെ ഒരാളെ ഉന്നതിയിൽ എത്തിയിട്ടില്ല. പ്രശസ്ത ശാസ്ത്രജ്ഞൻ തോമസ് ആൽവ എഡിസൺ 12-ാം വയസ്സിലാണ് വായിക്കാൻ പഠിച്ചത്. ഐസക് സ്കൂളിലായിരുന്നപ്പോൾ എഡിസൺ മന്ദബുദ്ധിയാണെന്നാണ് അധ്യാപകർ കരുതിയിരുന്നത്. അമേരിക്കയുടെ പ്രഥമ പ്രസിഡൻ്റായിരുന്ന ജോർജ് വാഷിങ്ങിനു സ്പെല്ലിങ്ങിലും വ്യാകരണത്തിലും വളരെ പിന്നിലായിരുന്നു. പഠനത്തിൽ പ്രക്ഷോഭിച്ചവരെല്ലാം കഠിനാധ്വാനികളായിരുന്നു. പരിശ്രമത്തെയും വിനോദത്തെക്കാളുമുപരി വിജ്ഞാനത്തിനായാണ് ഭാഗിച്ചത്. ശരിയായ പ്ലാനിംഗ് ഇല്ലാതിരിക്കുന്നതിനാൽ പരാജയമുണ്ടാകുന്നു. വിജയിക്കണമെന്ന താല്പര്യമാണ് പലർക്കും. ബിസിനസ്, പഠനം, തൊഴിൽ, ഉദ്യോഗം തുടങ്ങിയവയിൽ വിജയം കൊതിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ യഥാർത്ഥ പ്ലാനിംഗ് ഉണ്ടാവാറുണ്ടോ? ഇല്ല. ടൂറിനും സൽക്കാരത്തിനും മറ്റും പോകുന്നതിന് മുമ്പ് പ്ലാൻ ശരിയാക്കാറുണ്ട്. ജനനം മുതൽ മരണം വരെ നാം ആരായിത്തീരാനാണ് ആഗ്രഹിക്കുന്നതെന്നും അതിനുള്ള വഴിയെന്തെന്നും തയ്യാർ ചെയ്യാറില്ല.